ഈ വീഡിയോ 2 വട്ടം കണ്ടാൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ മനസ്സിലാവാൻ പോകുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് പ്ലാനിൽ പോകണോ റെഡി ടു മൂവിൽ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ പറയാം അത് ഓഫ് പ്ലാനിൽ പോകണമെന്ന്. അപ്പം നിങ്ങൾ പറയും അത് റെഡി ടു മൂവിൽ പോകുന്നതല്ലേ നല്ലത്, കാര്യം പിറ്റേ മാസം തൊട്ട് നമുക്ക് റെൻ്റ് ഔട്ട് കിട്ടുകയല്ലേ. ഓക്കെ, ഇനി ഓഫ് പ്ലാനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ റെൻ്റിലാണ് നഷ്ടപ്പെടുന്നത്. ആ റെൻ്റിൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇവിടെ അപ്രിസിയേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത റീസൺ നിങ്ങൾ ലോൺ എമൗണ്ട് 800,000 സീക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ 4,67,200 നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ബാങ്കിൻ്റെ കയ്യിലായിരിക്കും, ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലായിരിക്കും. വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ടു മൂവിനകത്ത് നിങ്ങൾക്ക് ഓൾഡ് ബിൽഡിംഗ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്രിസിയേഷനും കുറവായിരിക്കും. ഓഫ് പ്ലാനിലായിരിക്കുമ്പോൾ നമ്മൾ ന്യൂലി ഡെവലപ്മെൻറ്റ് ബിൽഡിംഗ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് അപ്രിസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ പ്രൈസിലാണ് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കൊല്ലം ലോസ്റ്റ് ആവുന്ന റെൻ്റ് ഔട്ട് ഒരിക്കലും ഒരു ലോസേ അല്ലായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും റെഡി ടു മൂവിലാണോ ഓഫ് പ്ലാനിലാണോ നമ്മൾ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടതെന്നുള്ളത്.